ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് ഒരു മുന്തിരി തോട്ടത്തിലാണ് കേട്ടോ. അതായത് കണ്ടില്ലേ മുന്തിരികൾ കിടക്കുന്നത് കുറേയൊക്കെ വാടിപ്പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് നല്ല മുന്തിരി ഉണ്ട് കേട്ടോ. ഇത് മധുരമെന്ന് പറഞ്ഞോ മുന്തിരിക്ക്. ഇവിടെ വന്ന് ഇതൊക്കെ പറിച്ച് കുറേയൊക്കെ തിന്ന് കുറേയൊക്കെ കൊണ്ടുപോകാം നമുക്ക്. ഹലോ, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ഫാമിലേക്കാണ്. ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ, വെജിറ്റബിൾസിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ അല്ലേ. 1-2 ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ് കേട്ടോ. മുന്തിരി മാത്രമല്ല, അവിടെ വേറെയും കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അത് അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ പക്ഷേങ്കിൽ മെയിനായിട്ട് മുന്തിരിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്തിരി പറിക്കാം, പിന്നെ മുന്തിരി അവിടെ നിന്ന് കഴിക്കാം. പിന്നെ പറിക്കണതൊക്കെ നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ പോയില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ യാത്ര തുടരാം. കാരണം വെച്ചാൽ നമ്മളിന്ന് പോകുന്ന ഫാം ന്യൂയോർക്കിലാണ്. അപ്പോൾ കുറച്ച് ദൂരെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനി വർത്താനം പറഞ്ഞ് സമയം കളയണില്ല കേട്ടോ. നമുക്ക് വേഗം തന്നെ പോകാം. നമ്മളിന്ന് പോകുന്നത് ന്യൂയോർക്കിലുള്ള ലോറൻസ് ഫാം ഓർക്കാഡ് എന്ന് പറഞ്ഞ ഫാമിലേക്കാണ്. പോകുന്ന വഴികളൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കണമെന്നില്ലാതെ നമ്മളങ്ങനെ ആ ഫാമിലെത്തിയിട്ടുണ്ട്. ഏക്കർ കണക്കിനുള്ള വലിയൊരു ഫാമാണ് കേട്ടോ ഇത്. മാത്രമല്ല ഇത് എന്താ പറയുക, ഒരു മലയുടെ മുകളിലാണ്, ഒരു ചെറിയൊരു ഹൈ റേഞ്ച് ഏരിയ ആണ് കേട്ടോ. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്ഥലവും ഇതൊക്കെ ഒന്ന് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചത് മറ്റേ പൂക്കൾ ഫാം, ആപ്പിൾ ഫാമൊക്കെ പോലത്തെ ഒരു ഫാമായിരിക്കും എന്നാണ് കേട്ടോ വിചാരിച്ചത്. നമ്മളിപ്പോൾ അതേ കയ്യിൽ പിങ്ക് കളറിലുള്ള ബാഡ്ജൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്താൽ കയറിയത്. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കുറച്ചല്ല കേട്ടോ, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ കണ്ടില്ലേ പാർക്ക് ചെയ്തേക്കണത്. നല്ല വെയിൽ, തണുപ്പുണ്ട് വെയിലും ഉണ്ടല്ലേ. ഇവിടെയാണ് നമുക്ക് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാനുള്ള ബാസ്ക്കറ്റ് കിറ്റുകളൊക്കെ തരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എണ്ണ അനുസരിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവരതനുസരിച്ച് തരും. പിന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ നല്ല ഭംഗിയിൽ ഇവരിങ്ങനെ മത്തങ്ങയും ചെടികളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്ടോ, അതിൻ്റെ ആ ഒരു ഷെഡ് പോലെ കെട്ടിയേക്കണത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഫാം സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ കാണുന്നതൊക്കെ ആപ്പിളാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ തോട്ടത്തിലേക്ക് ഇപ്പോൾ കിടക്കണില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ തവണ കയറിയതാണല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ വേണ്ടവരുടെ സമയം കളയണ്ടല്ലോ. നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ നടക്കണത്. അപ്പോൾ ഇവിടെ കുറേ മത്തങ്ങകൾ ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, പല വെറൈറ്റി മത്തങ്ങകൾ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പൊട്ടുവെള്ളരിയൊക്കെ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വിൻ്റർ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എങ്കിൽ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഷെയ്പ്പാണ് കേട്ടോ. എന്ത് വെറൈറ്റി ഷെയ്പ്പാല്ലേ, ഓരോന്നിനും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നോക്കിക്കണ്ടേ, ഇതിൻ്റെയൊക്കെ ഷെയ്പ്പ് കണ്ട. ഇങ്ങനത്തെ മോഡലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ മറ്റേ ഫ്ലവർ ഷോ ഇത് പോയില്ലേ ഫാമിലെ, അവിടെ ചെന്നപ്പോഴും കണ്ടായിരുന്നു ഇങ്ങനത്തെ മത്തങ്ങകളൊക്കെ. എന്തായാലും നമുക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. ആ ഒരു വെയിറ്റ് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്ലവർ ഫാമിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ട്രാക്ടറൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ ഫാം ഫുള്ള് ഇങ്ങനെ കറക്കും. അതുപോലെ തന്നെ നമുക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ നമ്മളിങ്ങനെ ഇറക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചന്ന് നമുക്ക് ഇതിൽ കയറാം. കാരണം ഇത് ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ അതുപോലെ മുന്തിരിത്തോട്ടം ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അത്രയും ദൂരം നടന്ന് അവിടെ എത്തുമ്പോൾ നേരം പോവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം വൈകിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ സീസണും കഴിയാറായി. അതുകൊണ്ട് എല്ലാ ഫ്രൂട്ടുകളും ഇപ്പോൾ തീരാറായ ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആപ്പിൾ തോട്ടം കാണുമ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ എന്തോരം ആപ്പിളാണെന്ന് പറഞ്ഞാൽ വീണ് കിടക്കണത്. അയ്യോ, കാണുമ്പോൾ തന്നെ സങ്കടം വരും കേട്ടോ. കുറേ ആപ്പിൾ താഴെ വീണ് കിടപ്പുണ്ട്.
പിന്നെ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് പീച്ചിൻ്റെയൊക്കെ തോട്ടം കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ തീർന്നിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അതൊന്നും കാണാനോ പറിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടും കളിപ്പിച്ച് മുന്തിരിത്തോട്ടത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മുന്തിരിത്തോട്ടം സ്റ്റാർട്ട് ചെയ്യണത്. ദേ കാണുന്നത് എല്ലാം മുന്തിരികളാണ്, പല ടൈപ്പ് മുന്തിരികൾ. അപ്പോൾ ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ ട്രാക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ആ കാണുന്നത്. അങ്ങനെ അത് ഇടയ്ക്ക് നിർത്തി അവരൊക്കെ കയറി നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരിത്തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഫുള്ള് വെജിറ്റബിൾസ് ആണ്. അതായത് കോളിഫ്ലവർ, ക്യാബേജ്, ബ്രക്കോളി, ബീൻസ്, അങ്ങനെ പല ടൈപ്പ് വെജിറ്റബിൾസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആളുകളൊക്കെ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ പറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല അതൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ട്രാക്ടറിന് വേണ്ടിയിട്ട്. കാരണം അവിടം വരെ നടക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിലും തണുപ്പും ഒക്കെ കൂടിയുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വെയിറ്റ് ഒന്നാങ്ങി നമ്മൾ അവിടം വരെ നടക്കണ്ടേ. അപ്പോൾ ഈ ട്രാക്ടർ ഉള്ള കാരണം ഭയങ്കര ഉപകാരമുണ്ടോ. നമ്മളങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞിട്ടൊന്നും മുന്തിരിയൊന്നും കാണാനേ ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചു അയ്യോ തീർന്നു പോയോ എന്നൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊക്കെ മുന്തിരികൾ കാണുന്നുണ്ടായിരുന്നു. ശരിക്കും സൂക്ഷിച്ച് നോക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. കാരണം ഇലയൊക്കെ ഉണങ്ങിയത് കാരണേ ഇതങ്ങോട്ട് പിടി കിട്ടണില്ല. അങ്ങനെ നമുക്ക് നല്ല അടിപൊളി പച്ച കളറിലുള്ള മുന്തിരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. കുരുണ്ട് നല്ല മധുരം, നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നേ. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഒരു ചാകരയായിരുന്നു കേട്ടോ മുന്തിരിയുടെ. എന്തോരമാണെന്ന് പറഞ്ഞാൽ മുന്തിരി കിടക്കണത്. ഞാൻ വിചാരിച്ച ആദ്യം കണ്ടപ്പോഴേ ഒട്ടും മുന്തിരി ഇല്ലാന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ ഇത് ഉള്ളിലായിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ നിലത്ത് മുട്ടി കിടക്കണേ ഉണ്ടാ. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കമ്പന്തേനി ഭാഗത്തൊക്കെ നമ്മളൊരു മുന്തിരിത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അത് പക്ഷേ എങ്കിൽ ഇങ്ങനെ ഹൈറ്റിലല്ലേ പോയേക്കണം. ഇത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതിങ്ങനെ താഴെ ഇങ്ങനെ പടർത്തിയിട്ടേക്കാണ് മുന്തിരികൾ. ഇത് കണ്ടില്ലേ എന്തോരം ഉണ്ടായി കിടക്കണേന്ന്. മിക്കതും ഇങ്ങനെ കുറേയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാം ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അടന്ന് പോവുകയാണ്. അതായത് ഇങ്ങനെ പഴുത്തട്ടെ. അപ്പം നമ്മൾ നോക്കിയും കണ്ടൊക്കെ പറിക്കണം, അല്ലെങ്കിൽ ചീഞ്ഞതൊക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെ ഞങ്ങൾ കുറേ പറിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കണ വീഡിയോ ഒക്കെ ഉണ്ടായി കാണിക്കണത്. നല്ല അടിപൊളി മധുരം വരുന്നേ. ഞാൻ വിചാരിച്ച പുളിയൊക്കെ ഇരിക്കുന്നു, പക്ഷേ എങ്കിൽ പുളിയൊന്നുമില്ല, നല്ല മധുരം വരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എത്ര എടുത്തിട്ടും മതിയാവണേ ഉണ്ടായിരുന്നില്ല. ആദ്യം ഇത് കുറേ സെക്ഷൻ കാണുമ്പോൾ വിചാരിക്കും ഇത് മതിയെന്ന്. പിന്നെയും കുറേ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും ഇങ്ങനെ കൊലകുത്തി കിടക്കണുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ പറിച്ചു കഴിച്ചു. എന്തായാലും പിള്ളേരും ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ് കേട്ടോ. നമ്മളിത് എന്തായാലും വന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. ഇനിയിപ്പോൾ കുറച്ചും കൂടി മുമ്പാണ് വന്നിരുന്നെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം നല്ല പച്ച ഇലയും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി മുന്തിരിയൊക്കെ കിട്ടിയാണ്. ഇതിപ്പോൾ തിരുവായിപ്പോയി. ലാസ്റ്റെങ്കിലും നല്ല മുന്തിരിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ആ ഒരു ഫ്രഷോട് കൂടി ആ ചെയ്യാത്ത മോഡൽ കണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടായിരുന്നേനെ. എന്തായാലും ഇതിപ്പോൾ ഈ വർഷത്തെ വിളവെടുപ്പ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സീസണിൽ കിട്ടുമെന്ന് നോക്കാം. നല്ല ഒരു എന്താ പറയുക അടിപൊളി മുന്തിരി നല്ല വ്യൂവോട് കൂടിയിട്ടുള്ളത്. മുന്തിരിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ നമ്മളെന്തോ മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നല്ല മധുരമുള്ള മുന്തിരിയാണ്. നമ്മൾ കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാട്ടെ അത് എന്തൊക്കെയാണ് എന്തോരമാണ് പറിച്ചതെന്നൊക്കെ ഉള്ളത്. ഇതാണെങ്കിൽ ഇങ്ങനെ കുറേ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കണേട്. എത്ര നടന്നിട്ടും തീരണേ ഉണ്ടായിരുന്നില്ല. വരുന്നവരെല്ലാവരും തന്നെ മുന്തിരി തന്നെ പറിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മളാ നേരത്തെ കണ്ടില്ലേ, അവരൊക്കെ കിറ്റിലിങ്ങനെ മുന്തിരിയാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കുറേയൊക്കെ താഴെ വീണ് കിടപ്പുണ്ടിട്ട്. അത് കാണുമ്പോഴാണ് നമുക്കൊരു സങ്കടം വരാൻ. ദൂരം മുന്തിരിയാണ് നോക്ക് താഴെ ഇങ്ങനെ വീണ് കിടക്കണത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫാമാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ പറിച്ച് കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ തൂക്കം അനുസരിച്ച് റേറ്റ് ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. നല്ല പൈസയാണ്, നല്ല വില കൊടുക്കേണ്ടതായിട്ട് വന്ന്. പിന്നെ പക്ഷേ എങ്കിൽ ഈ കടക്കാരൊക്കെ വന്നിട്ട് പറിച്ചെടുക്കണ്ടിട്ട് അവരൊക്കെ ഇങ്ങനെ കുറേ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറിച്ചു കൊണ്ടുപോണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ കടയിൽ മേടിക്കുന്ന അതേ വിലയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ആ ഒരു ഗുണം മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഫ്രഷാണ് കേട്ടോ, നമുക്കിത് പറിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം.
അവിടെ എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ ആപ്പിൾ തോട്ടത്തിൽ പോയപ്പോൾ കണ്ടില്ലേ, അതേപോലെ തന്നെ. പിന്നെ ഇവിടെ ആകെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ പോയപ്പോൾ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നില്ല. ആപ്പിളിൻ്റെ ആ വെയിറ്റ് അനുസരിച്ചുള്ള റേറ്റ് മാത്രമേ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ടിക്കറ്റും നമ്മളെടുത്ത് അതുകൂടാതെ തന്നെ നമ്മളിത് വാങ്ങിക്കണ ആ ഐറ്റംസിനും നമുക്ക് റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഫ്രൂട്ട്സ് അല്ലേ, നമുക്ക് കഴിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഇത് കണ്ടില്ല, ഇങ്ങനെ അറ്റം വരെ ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടംമാതിരി ഉണ്ട്, കുറേ ഉണ്ട്, നടന്നാലൊന്നും തീരൂല. അതിനുശേഷം നമ്മളിപ്പോൾ വന്നേക്കണത് തക്കാളി തോട്ടത്തിലാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇതെല്ലാം ചീഞ്ഞ് ആകെ ഒരു പരുവായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാം ഉണങ്ങിയിട്ട്. ഇതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. ഇതെല്ലാം ചീഞ്ഞിരിക്കണം. അന്ന് ഇവർക്ക് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കായിരുന്നില്ലേ അല്ലേ, എനിക്ക് അതാണ് തോന്നിയത്. വെറുതെ ഇതിങ്ങനെ നശിപ്പിച്ച് കളയണാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നും. എന്തോരമാണെന്ന് അറിഞ്ഞാൽ ഇതിങ്ങനെ നശിഞ്ഞ് കിടക്കണത്. നമുക്കതൊന്നും പറിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം എല്ലാം ചീഞ്ഞു പോയി. പിന്നെ നമ്മൾ പറിച്ചിട്ട് എന്താ കാര്യം. നമ്മളിപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കറുത്ത മുന്തിരിയുടെ തോട്ടമാണ് കാണുന്നത്. ആ നേരത്തെ പച്ച കളറിൽ നമ്മൾ പറിച്ചില്ല, അതിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ, അവിടെ എന്താണ് അവസ്ഥയെന്നുള്ളത്. അപ്പോൾ ഈ മുന്തിരിക്ക് ഓരോന്നിനും ഓരോ പേരുകളാണ് കേട്ടോ. അപ്പോൾ പേരൊന്നും ഞാൻ പറയണമെന്നില്ല. അപ്പോൾ ഈ കറുത്ത മുന്തിരിയുടെ ഭാഗത്ത് വന്നപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആകെ ഇങ്ങനെ ഉണങ്ങിയാണ് കേട്ടോ കിടക്കണത്. ഇങ്ങനെ ഈ വിൻ്റർ ചൂടും ഒക്കെ കൂടി ആയപ്പോഴേ ഇങ്ങനെ കരിഞ്ഞ പോലെ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ മുന്തിരി ഇങ്ങനെ കിടക്കണത്. അപ്പം ഞാൻ വിചാരിച്ച് മുന്തിരിയൊക്കെ തീർന്നു, അയ്യോ ഇനി ഉണ്ടാവില്ല, നമുക്ക് കിട്ടൂല, അങ്ങനത്തെ ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തേനും ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേനും പിന്നെ ഇങ്ങനെ ഇഷ്ടംമാതിരി കണ്ടു തുടങ്ങിയിട്ടാണ്. ഇത് കണ്ടില്ലേ, തൊടുമ്പത്തേനും ഇങ്ങനെ താഴേക്ക് വീണ് പോവുകയാണ്. കാരണം അത് അത്ര ഇങ്ങനെ പഴുത്ത് തുടുത്ത് കിടക്കണേ കേട്ടോ ഈ ഒരു മുന്തിരി. നല്ല മധുരം ഉണ്ടായിരുന്നു. ഈ കുരുള്ള മുന്തിരിയാണ്, നമ്മൾ ഈ ജ്യൂസൊക്കെ അടിക്കാനായിട്ട് ഉപയോഗിക്കൂലേ, അങ്ങനത്തെ മുന്തിരിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ നാട്ടിൽ ജ്യൂസ് മുന്തിരി ആണെങ്കിലും ചെറിയൊരു പുളിപ്പ് ഉണ്ടാവുമല്ലോ, പക്ഷേ ഇതിനങ്ങനെ പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നല്ല മധുരമാണ്, കുരു ഉള്ള ടൈപ്പ്. നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിക്കാം, അതേ പാകത്തിനുള്ള ഒരു മുന്തിരിയാണിത്. അല്ലാതെ ജ്യൂസ് അടിക്കാത്ത ടൈപ്പ് അല്ല കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതേ നമ്മളങ്ങനെ നടക്കുന്തോറും പിന്നെ കൊലകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദൂരമാണെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ അതും കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. പച്ച കളറിലെ കുറേ പറിച്ച് കൂട്ടിയിട്ടുണ്ട്, അത് വേറെ. അത് കൂടാണ്ട് ഇതേ നമ്മളങ്ങനെ കറുപ്പും പറിച്ച്, കാരണം നമ്മളിത് പറിക്കുമ്പോൾ തോന്നൂല കേട്ടോ, അയ്യോ നമ്മൾ ഇത്രയും പറിച്ചെടുത്തോന്ന്. കാണുമ്പോൾ എല്ലാ കൊലകളും നമ്മളിങ്ങനെ പറിച്ചെടുത്തായിരുന്നു. കാരണം നല്ല രസമുണ്ടല്ലോ ഇതിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ പറിച്ച് കൂട്ടും. ലാസ്റ്റ് ബില്ലടിക്കുന്ന സെക്ഷനിൽ വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ കിളി പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് റേറ്റ് ആയിരുന്നു ഈ ഒരു മുന്തിരിക്കൊക്കെ. പിന്നെ നമ്മൾ ഓർത്തു നമ്മളെന്തായാലും പറിച്ചതൊക്കെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ കാര്യമാക്കിയില്ല, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളുടെ കയ്യിൽ കിറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിതേ ഓരോന്നിങ്ങനെ കിറ്റിലേക്കൊക്കെ ആക്കണേണ്. കുറേ കിറ്റ് ഇട്ടിട്ട് അതൊക്കെ നിറഞ്ഞാൽ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് എത്ര എടുത്തിട്ട് മതിയാവണേ ഉണ്ടായിരുന്നില്ല. അതിന് മാത്രം ഇങ്ങനെ കൊലകൾ ഇങ്ങനെ കുത്തി കിടക്കണേയിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ വർഷത്തെ ലാസ്റ്റത്തെ ഫാം വിസിറ്റാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ വിൻ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ആകെ നശിഞ്ഞ് ഉണങ്ങിപ്പോകും. അപ്പോൾ അതിനു മുമ്പേ ഇതൊക്കെ ഇവരിങ്ങനെ ഫാമുകളിൽ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് ഇതൊക്കെ ക്ലീനാക്കി വെക്കും കേട്ടോ. ക്ലോസ് ചെയ്യും ഈ ഫാമുകളൊക്കെ തന്നെ. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു രീതി. അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി. അതാണ് ഈ മുന്തിരിയൊക്കെ ഈ ഒരു കോലത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ആപ്പിൾ തോട്ടത്തിലൊക്കെ പോയ ആ സമയത്തായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയിൽ നമുക്കിതും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയേനായിരുന്നു. ഇവിടെ മുന്തിരി മാത്രമല്ല കേട്ടോ, ആപ്പിളുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ പീച്ച്, അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ടുകളുണ്ട് ഈ ഒരു ഫാമിൽ. പക്ഷേ എല്ലാം ഈ പറഞ്ഞ മാതിരി സീസൺ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പീച്ചൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അത് നമ്മൾ മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോൾ കഴിച്ചായിരുന്നേ. ഇവിടെ എല്ലാ ഷോപ്പുകളിലും കിട്ടണ ഒരു ഫ്രൂട്ട് തന്നെയാണത്. പക്ഷേ എങ്കിൽ അത് തോട്ടത്തിൽ വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും അടുത്തൊരു സീസണിൽ വന്നിട്ട് നമുക്ക് പീച്ചൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പഴങ്ങൾ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട് ഇട്ടാം, പല ടൈപ്പ് ബെറികൾ എല്ലാം ഇവിടെ ഉണ്ട് ഫാമുകളിലൊക്കെ. നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പ് ഫ്രൂട്ടുകളും പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സും നമ്മൾ
തുലിപ്പ് ഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ തോട്ടത്തിൽ പോയിട്ടില്ല. എന്തായാലും അടുത്ത സീസൺ വരുമ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇതേ വീണ്ടും വെജിറ്റബിളിൻ്റെ നേരത്തെ കാണിച്ചില്ലേ, അവിടേക്ക് വന്നേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ബേബി ക്യാബേജ് ആണ് കാണാൻ സാധിക്കുക. ഈ കുഞ്ഞ് ക്യാബേജ് ഇത് ഉണ്ടായി കിടക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഒരു കോലയിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കായ പോലെ ഉണ്ടായി കിടക്കണണ്ട. ഇതൊക്കെ ആളുകളെല്ലാം പറിച്ചു കൊണ്ടുപോയിട്ടോ. ഇതൊക്കെ വെറും തിരിവാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ആളുകളൊക്കെ ഇവിടെ നിൽക്കണ കണ്ടില്ല, അവരൊക്കെ ഇതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കൂടുതലും മുന്തിരിയാണല്ലോ ഇന്നിപ്പോൾ നമ്മൾ പറിക്കാൻ വേണ്ടി വന്നത് കാരണം പിന്നെ ഇതൊന്നും വലിയ മൈൻഡ് കൊടുത്തില്ല. എങ്കിൽ പോലും കണ്ടപ്പോൾ ഒരു രസം കിട്ടും. അപ്പോൾ അതേ ഇത് ക്യാബേജാണ്. ക്യാബേജൊക്കെ എല്ലാം നല്ലത് നോക്കി ആളുകൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, കാണാൻ സാധിക്കണേ ഉണ്ടായിരുന്നില്ല. ഇത് ബ്രൊക്കോളിയുടെ ഭാഗത്താണ്. ബ്രൊക്കോളി ഇത് കണ്ടില്ലേ, കുഞ്ഞു ബ്രൊക്കോളികളൊക്കെയാണ് കണ്ടത്. വലിയതൊക്കെ ആളുകൾ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നിലും ബ്രൊക്കോളിയില്ല കേട്ടോ, എല്ലാം കാലിയായി കിടക്കണതാണ്. അപ്പോൾ ഒരെണ്ണമെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് പറിക്കാം. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ കാണുകയാണെങ്കിൽ ഒരെണ്ണം പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ നടന്നു നോക്കി. പക്ഷേ എങ്കിൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ ഈ ഇലകളും പിന്നെ അതിൻ്റെ ഒരു സൈസ് പൂവും ഉണ്ടായി നിൽപ്പുണ്ട്, അല്ലാതെ കായ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലൊന്നും കാണണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടമാതിരി ആയിരുന്നു. ആളുകൾ കിറ്റ് കണക്കിനാണ് ഇവിടെ നിന്ന് ക്യാബേജും മറ്റേ ബ്രൊക്കോളിയൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മറ്റേ ആ ബേബി ക്യാബേജൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ അറ്റത്ത് കാണുന്നതൊക്കെ ഫുള്ള് ബീൻസുകളാണ് കണ്ട ആളുകൾ ഇന്ന് പറിക്കണ കണ്ടില്ലേ. ആളുകൾ വലിയ ഈ ട്രോളി പോലെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ വെജിറ്റബിളൊക്കെ പറിച്ചു കൊണ്ടുപോകണത്. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേനും ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തിനാണ് ഈ തിരിവെന്ന് വിചാരിച്ച് പിന്നെ അതൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതേ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്യാബേജ് കണ്ടായിരുന്നേ. എന്നെങ്കിലും അത് കാണാൻ ഒരു ഷേലൊന്നുമില്ല കേട്ടോ. ഈ ക്യാബേജൊക്കെ ആകെ ഒരു എന്തോ മാതിരി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ക്യാബേജ് പറിച്ചില്ല. പിന്നെ ഞാൻ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ക്യാബേജ് കണ്ടായിരുന്നേ. അത് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ അത് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് പറിക്കാമെന്ന് വിചാരിച്ചതേ അത് അങ്ങോട്ട് പറിച്ചിട്ടാ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് വലിപ്പമൊന്നും ഇല്ലെങ്കിലും നല്ല ഫ്രഷ് ക്യാബേജ്. അപ്പോൾ നമ്മൾ ഏതായാലും വന്നതല്ലേ, അങ്ങനെ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അത് കയ്യിലെടുത്ത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇത് ആപ്പിൾ തോട്ടം ഉണ്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിലൂടെയൊക്കെ നടന്നായിരുന്നു. എന്തോരം ആപ്പിളാണെന്ന് അറിഞ്ഞാൽ താഴെ വീണ് കിടക്കണത്. കണ്ടിട്ട് തന്നെ എന്തോ മാതിരിയല്ലേ. അങ്ങനെ അതേ നമ്മൾ പറിച്ച ഐറ്റംസും പിന്നെ അതേ ഒരു കുക്കുംബറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയായിട്ട് നമ്മൾ ആ ബില്ലിങ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ അത് വെയിറ്റ് അനുസരിച്ച് അത് റേറ്റ് ഇടും, അങ്ങനെയാണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേരുടെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതൊന്നും നോക്കാൻ പോയില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കിറ്റുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അതേ ഇത്രയും മുന്തിരി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ കടയിൽ ചെന്നാൽ പോലും ഉണ്ടാവില്ല കേട്ടോ ഇത്രയും ഫ്രൂട്ട്സ് മുന്തിരി. ഇതിപ്പോൾ നമുക്കൊരു കട തുടങ്ങാനുള്ള അത്രയും മുന്തിരി ഉണ്ട്. നമ്മൾ പിന്നെ ഇതൊക്കെ വാങ്ങിയത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്ട. കറുത്ത മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുന്തിരിയും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു, നല്ല മധുരമായിരുന്നു. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ തന്നെ റേറ്റൊക്കെ ഇവിടെ ഭയങ്കര കൂടുതലാണ്, പറയാനേ പറ്റൂല. അതിനുശേഷം പിന്നെ ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആടിൻ്റെ അടുത്താണ്ടോ വന്നേക്കണം. നമ്മളിവിടെ ആടുകൾ ഉണ്ടെങ്കിലും ഫാമിൽ മാത്രമേ ആടിനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ വീടുകളിൽ അങ്ങനെ ഒന്നും ഞാൻ ആടിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം, നമ്മുടെ നാട്ടിൽ കാണണ അതേ ഒരു പെറ്റാണല്ലോ. അപ്പം ഞങ്ങൾ കുറേ നേരം അതിനെങ്ങനെ തോണ്ടിയായിരുന്നേ. കാര്യം അതിന് കൊമ്പൊക്കെ ഉണ്ട്, ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നല്ല രസമാണല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണമല്ലോ. എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമുണ്ടോ. ഞാൻ അതിനെങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ അതിന് ഭയങ്കര ഇഷ്ടമായി തോന്നട്ടോ. അതിങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്, അങ്ങോട്ട് പോണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാത്തൂനും അതുപോലെ തടവണമെന്നും പറഞ്ഞിട്ട്, പാത്തൂന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ തടവണ കണ്ടപ്പോൾ പുള്ളിക്കാരത്തിയും ഇങ്ങനെ കൈ ഇങ്ങനെ പതുക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ്ട് നമുക്കൊരു അതിശയം, നല്ല ഒരു ഇണക്കമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിങ്ങനെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കണമായിരുന്നു ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ. അതിൻ്റെ തലയുടെ ഭാഗത്തൊക്കെ തൊട്ടിട്ടൊന്നും അതിനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ അതന്നെ നിൽക്കുകയാണ്. അതിനുശേഷം ഞാൻ വേറെ ഭാഗത്ത് പോയി, ഒരുപാട് വേറെ ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ടച്ച് ചെയ്യാൻ കണ്ടപ്പോൾ ഈ ആട് വീണ്ടും വന്നേക്കണെന്നേ അതിൻ്റെ അടുത്തേക്ക് അതിനെ തടവാൻ വേണ്ടിയിട്ട്. എന്തോ അതിനൊരു അസൂയ പോലെ വേറെ അതിനെ ഇങ്ങനെ തോണ്ടരാണ്ട് അതിനെ ഞാൻ വീണ്ടും ഇങ്ങനെ തോണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തോ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നണ്ട എന്നെ. അതിന് ശേഷം പിന്നെ അത് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പൊക്കി നിർത്തി അത് എന്നെ ഇങ്ങനെ എണീറ്റ് നിന്ന് കണ്ട ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാനാണ് തോന്നുന്നുണ്ട്. അതിനെ ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ ഒരു തടവൽ. അതിങ്ങനെ കുറേ നേരം നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കണമായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ലൊരാട്.
എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതേ ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുന്നുണ്ട് ഈ ആടിനെയൊക്കെ. അതിന് ശേഷം നമ്മളിതേ ഇപ്പോൾ കോഴിയുടെ അടുത്താണ് വന്നേക്കണത്. കോഴിയൊന്നും ഒട്ടും ഇണക്കൂല കേട്ടോ. അതിൻ്റെയൊക്കെ അടുത്തേക്ക് വന്നിട്ട് എനിക്കൊന്നാമത്തേൽ പേടിയായിട്ട് വല്ല കൊത്തേങ്ങാലും ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ അത് ഒട്ടും ഇണക്കൂല. അതിനുശേഷം പിന്നെ നമ്മൾ പോയത് ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ വലിയൊരു ലേക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ട് കണ്ണുന്നിട്ട് നിൽപ്പുണ്ടിട്ട്. അപ്പോൾ എന്താ സംഗതി എന്നറിയില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഒരു സൈസ് നമ്മുടെ നാട്ടിൽ ഈ താറാവിനെയൊക്കെ പോലെ കാണുന്ന ഒരു പക്ഷിയുണ്ട്. അപ്പോൾ അത് ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കണത്. അപ്പോൾ ഇതിൻ്റെ പേര് പറയണത് ഗൂസ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീറ്റ അവരിങ്ങനെ ഒരു കൂട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞങ്ങളത് എത്ര ട്രൈ ചെയ്തിട്ടും ആ ഫുഡ് ഇങ്ങനെ വരുന്നുണ്ടായില്ല കേട്ടോ. നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും കിട്ടണേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് വിട്ട്. അപ്പോൾ അതെന്തായാലും ആ പക്ഷിയുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഗൂസ് എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ താറാവിനെയൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ഇത് പറക്കും കേട്ടോ. പക്ഷികളെ പോലെ ആകാശത്തു കൂടെയൊക്കെ പറക്കും. നമ്മുടെ നാട്ടിലെ താറാവെന്ന് പറഞ്ഞാൽ അത്ര വലിയ പറക്കലൊന്നുമില്ലല്ലോ, ചെറുതായിട്ടൊരു ഇതല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ഹൈറ്റിലൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു സാധനമാണ്. താറാവിനെ പോലെ തന്നെ ഇരിക്കും. അപ്പം എന്തായാലും നല്ല രസമുണ്ടല്ലോ. ഇവിടെ ഒരുപാട് ആളുകൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട്, ചില പേരുടെ കയ്യിലൊക്കെ അതിന് ഫീഡ് ചെയ്യാനുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അവരതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം. അവിടെ കുഞ്ഞു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിരക്കുകളൊക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷേ ഈ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതേ ഈ സാധനം പറന്നു പോകണ കണ്ടോ, ഇത് കണ്ടോ പറക്കണ കണ്ടോ, നല്ല ഹൈറ്റിലാണ് ഇതിങ്ങനെ പറക്കണത്. താറാവ് പോലെ തന്നെ ഇരിപ്പുണ്ടല്ലേ, പക്ഷേ ഇതിങ്ങനെ ഹൈറ്റിൽ ഇതിങ്ങനെ പറന്നു പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നല്ലേ അതിനിങ്ങനെ കാണാനായിട്ട്. അതിന് ശേഷം ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. ഞാനും പാത്തും മാത്രമേ പോയിട്ടുള്ളൂ. ഒരു വൈക്കോൽ കുറുമ്പ് പോലത്തെ ഒരു ഇതിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എൻ്റെ പൊന്നെ, ഇത് ഒരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഗെയിമാണ്. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഇത് എങ്ങോട്ട് പോയിട്ടും വഴി കണ്ടുപിടിക്കാൻ പറ്റണില്ല കേട്ടോ. ആകെ ഒരു കൺഫ്യൂഷനായിപ്പോയി. വെറുതെ ഒരു രസം, ഇങ്ങനെ ഒരു നേരം പോക്കുമല്ല. എന്തായാലും ഇത് എന്താ സംഗതി എന്നറിയാലോ, അതുകൊണ്ടിട്ട് കയറിയതാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു. പാത്തുവാണെങ്കിൽ പേടിച്ചും പോയി. പിന്നെ ഞാനൊരു കണക്കിന് ഇത് എങ്ങോട്ട് പോകും, അങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ പിന്നെ വേറൊരു കുട്ടി പോകണ്ടായി. ആ കൊച്ചിൻ്റെ പുറകെ പിന്നെ ഞങ്ങൾ വച്ച് പിടിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വല്ലാത്തൊരു വഴിയായിപ്പോയി അല്ലേ, വൈക്കോൽ കുറുമ്പിൻ്റെ ഉള്ളിൽ കൂടി. ഞാനും പാത്തും മാത്രമേ വന്നുള്ളൂ കേട്ടോ. അവരെ രണ്ടുപേരും മടിയന്മാരവിടെ വണ്ടിയിലിരിക്കുക. അപ്പോൾ അതേ ഇവിടെ ഒരു കുതിരയുണ്ട്, കുതിരേനെയും കൂടി കാണാം നമുക്ക്. നോക്കാം കുതിര. നല്ല പ്രായമുള്ള കുതിരയുണ്ടോ? കടിക്കൊന്നും വരില്ല, അങ്ങനെ കടിക്കൂല. അത് മനുഷ്യ പേടിച്ചും പോയി. നമ്മളങ്ങനെ ഫാമിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് കണ്ടു. ലഞ്ച് ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഷോപ്പോ കടകളോ ഒന്നുമില്ല കേട്ടോ. കുറേ ദൂരം ചെന്നാൽ മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻ്റൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം നമ്മളിപ്പോൾ അതേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. അതായത് ഇവിടുത്തെ ഷെഫും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാം മലയാളികളായിരുന്നേ. മാത്രമല്ല നല്ല മലയാളം പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ എങ്കിൽ ഫുഡ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. കേരള ഒരു ടച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മളിത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല നോർമൽ ടേസ്റ്റ്, സാധാരണ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണ പോലെയൊക്കെ തന്നെ. അതിനുശേഷം നമ്മളിതേപോലെ ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തായ് സ്റ്റൈലിലുള്ള ചിക്കൻ കറി ആയിരുന്നേ. അതിൽ ഒരുപാട് വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ബൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ തന്തൂരി ചിക്കനും. അപ്പോൾ ബൂരി എൻ്റെ ഫേവറേറ്റ് ആണ്. ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ അധികമൊന്നും കഴിച്ചിട്ടില്ല ബൂരി.
അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് റൈസും ഉണ്ടായിരുന്നേ. അപ്പോൾ മലയാളി ചേട്ടൻ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു സന്തോഷം, അവർക്കും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ടായി നമ്മൾ മലയാളികളെ കണ്ടപ്പോൾ. അതിനുശേഷം പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ താറാവ് കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കേരളീയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ താറാവ് കറിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ മുന്തിരിത്തോട്ടത്തിലെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുക. അതായത് വിൻ്ററിലുള്ള വീഡിയോസും അതുപോലെ തന്നെ വിൻ്റർ വരുന്നതിന് മുമ്പ് 1-2 വീഡിയോസുകളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. പിന്നെ പുതിയ അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.